എല്ലാവർക്കും നമസ്കാരം. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വിരോധാഭാസമായ നടപടി, വേണമെങ്കിൽ ഒരു ഇരട്ടത്താപ്പുള്ള നടപടി പറയാം. KSRTC ബസ്സിന് ഇൻഷുറൻസ് വേണ്ട, KSRTC ബസ്സിന് ടാക്സ് ഇല്ല, KSRTC ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് പാലായി ഈരാറ്റുപേട്ട റോഡിൽ ഒരു KSRTC ബസ് പണിയൊക്കെ കഴിഞ്ഞ് ഫിറ്റ്നസ്സിന് കൊണ്ടുവന്ന് കണ്ടു. ഈ ബസ് അങ്ങോട്ട് ബസ്സിനെ കാണാൻ മേലാത്ത പോലെയാണ് കരിക്കട്ട പോലെ പുക തള്ളുന്നത്. അപ്പോൾ അതുപോലെ പുക തള്ളുന്ന ബസ് അത് KSRTC ആയതുകൊണ്ടാണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലോട്ട് ചെന്നാൽ അത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പ്രൈവറ്റ് ബസ്സാണെങ്കിൽ അവൻ്റെ പെടലിക്ക് പിടിച്ച് തത്തിച്ച് ഓടിക്കും വെഹിക്കിളുമാർ. അപ്പോൾ അത് പ്രശ്നമല്ല. KSRTCയുടെ ബസ്സിന് പുകയുടെ പേപ്പർ വേണ്ട, KSRTCയുടെ ബസ്സിന് സ്പീഡ് ഗവർണർ വേണ്ട, KSRTCക്ക് പെർമിറ്റ് വേണ്ട. പ്രൈവറ്റ് ബസ്സിനകത്ത് ക്യാമറ വേണം, ക്യാമറ കാണാനുള്ള സ്ക്രീൻ വേണം. KSRTC ബസ്സിനകത്ത് ക്യാമറ വേണ്ട. KSRTC ബസ്സിന് സമയക്ലിപ്തതയില്ല. KSRTC ബസ്സിന് പോലീസ് കൈ കാണിക്കുകയല്ല, MED കൈ കാണിക്കുകയല്ല, ഒരു പെറ്റി കിട്ടുകയല്ല. KSRTCയുടെ ഡീസലിന് പ്രൈവറ്റുകാരന് കിട്ടുന്നതിലും വില കുറഞ്ഞ ഡീസൽ കിട്ടും. ആ ഡീസലിന് സബ്സിഡി ഉണ്ട്. പിന്നെ സെസ്സുകളൊന്നുമില്ല. പ്രൈവറ്റ് ബസ്സിലെ അത്രയും ശമ്പളവും KSRTCക്കാരനില്ല. നിർവാഹമുണ്ട്. ഇപ്പോൾ KSRTCയുടെ ശമ്പളവും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പ്രൈവറ്റ്. KSRTCക്കാരന് ഒരു നിയമവും ഇല്ല, കാരണം ഗവൺമെൻറ്റിൻ്റെയാണ്, ഒരു നിയമവും ഇല്ല. പ്രൈവറ്റ് ബസ്സുകാരന് മുടിഞ്ഞ നിയമവും. കാരണം പ്രൈവറ്റ് ബസ് ആരുടെയാണ്? ഇവിടുത്തെ നാട്ടുകാരൻ്റെയാണ്. ഇവിടെ പറയുന്നത് ജനാധിപത്യം എന്നാണ്. ജനാധിപത്യമാണെങ്കിൽ ജനങ്ങളല്ലേ യജമാനൻ. അപ്പം മാതൃക കാണിക്കേണ്ട സർക്കാർ വണ്ടിക്ക് ഒരു സാമാനവും ഇല്ല. മാതൃക അനുസരിക്കേണ്ട ജനത്തിന് എല്ലാ സംവിധാനവും വേണം. ഒടുക്കത്തെ നിയമമാണ്. അതുകൊണ്ട് എന്തു വേണ്ടി സകലമാന പ്രൈവറ്റ് ബസ്സിൻ്റെ മേഖലയെ മുടിഞ്ഞ് മുദ്രയിട്ടില്ലേ? വരുമാനം ഉണ്ടായിരുന്ന ഒരു വലിയ മേഖല, ഒരു സീറ്റിന് പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു സീറ്റിന് 3 മാസത്തേക്ക് 900 രൂപ ടാക്സ് ഉണ്ട്. എന്തുമാത്രം തുക സർക്കാരിലേക്ക് വരേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി, അതായത് പ്രൈവറ്റുകാരന് മാത്രം നിയമം, സർക്കാർ വണ്ടിക്ക് ഒരു നിയമവും ഇല്ല, ഒരു പേപ്പറും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രൈവറ്റ് ബസ്സുകാരിൽ ഒരാൾ ഗവൺമെൻറ്റുമായിട്ട് ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് എത്തി. MEDക്ക് സഹിച്ചില്ല. MEDക്ക് വാശിയായിരുന്നു. പുറകെ നടന്ന് മുടിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ തീർക്കുള്ളൂ. എത്ര വെളുപ്പിനെ 5 മണിക്കും 3 മണിക്കും ഒക്കെ ഇറങ്ങിയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. ഞാനീ പറഞ്ഞു വരുന്നത് റോബിൻ ബസ് ഗിരീഷിൻ്റെ കാര്യമാണ്. റോബിൻ ബസ് ഗിരീഷിൻ്റെ ശരിക്കും പേര് ബേബി ഗിരീഷ് എന്നാണ്. ബേബി ഗിരീഷ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല, പക്ഷേ റോബിൻ ഗിരീഷ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം. ബേബി ഗിരീഷ് മേലുകാവ് പഞ്ചായത്തിലെ 8ാം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടമറുക എന്ന വാർഡിൻ്റെ പേര്. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക. ബേബി ഗിരീഷിന് LDFകാർ സീറ്റ് കൊടുക്കുമായിരുന്നു, UDFകാർ സീറ്റ് കൊടുക്കുമായിരുന്നു, വേണ്ടി വന്നാൽ BJPക്കാർ സീറ്റ് കൊടുക്കുമായിരുന്നു. ഈ 3 കൂട്ടരുടെയും സീറ്റ് മേടിക്കാതെ ബേബി ഗിരീഷ് സ്വതന്ത്രനായിട്ട് നിൽക്കുക. സ്വതന്ത്രനായിട്ട് നിന്ന് അവിടെ മത്സരിക്കുമ്പോൾ ഈ LDFൻ്റെയോ UDFൻ്റെയോ BJPയുടെയോ സീറ്റ് മേടിച്ചായിരുന്നെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളായിരുന്നു. എന്നാൽ സ്വതന്ത്രനായിട്ട് ഇയാൾ നിന്ന് മത്സരിക്കുമ്പോൾ ഇയാൾ ജയിച്ചാൽ ഈ ബസ് വിഷയത്തിൽ കഴിഞ്ഞ കുറേ കാലം ഗവൺമെൻറ്റും ആയിട്ട് നടന്ന പോരാട്ടത്തിലൂടെ ലോകപ്രശസ്തനായ ഒരു മനുഷ്യൻ ഈ റോബിൻ ഗിരീഷ് ഇനി മേലുകാവ് പഞ്ചായത്തിലോട്ട് ജയിച്ചങ്ങ് ചെല്ലുകയാണെങ്കിൽ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുന്നത്. ജയിച്ചങ്ങ് ചെന്നാൽ LDFകാരൻ്റെയും UDFകാർ, അവിടെ LDFും UDFും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. BJP അവിടെ നേരത്തെ മെമ്പർ ഇല്ലായിരുന്നു തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും പഞ്ചായത്തിന് അടുത്ത 5 കൊല്ലത്തിന് വാർത്തയുടെ ബഹളമായിരിക്കും. എത്ര മുക്കിയിട്ടുണ്ട്, എത്ര നക്കിയിട്ടുണ്ട്, ഏതൊക്കെ വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ആരുടെയൊക്കെ വീട്ടിലോട്ട് പാലം പണിതിട്ടുണ്ട്, ആരുടെയൊക്കെ വീട്ടിലോട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. 150 കൂട്ടം വയ്യാവേലി. പഞ്ചായത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പം അന്വേഷിക്കേണ്ട പോലെ അന്വേഷിച്ചാൽ അടിച്ചുമാറ്റലുകളുടെ ഒരു പരമ്പര മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വതന്ത്രനായിട്ട് ആ മനുഷ്യൻ മത്സരിക്കുമ്പോൾ ജയിച്ചാൽ അടുത്ത 5 വർഷം കേരള ജനതയ്ക്ക് ഈ മേലുകാവ് പഞ്ചായത്തിനെക്കുറിച്ചും പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ചും ഇനി മുന്നിലോട്ട് ഏതൊക്കെയാലും പഴയതുപോലെ മിക്കവാറും അടിച്ചുമാറ്റം ഉണ്ടാകുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇയാൾ ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് അല്ലാതെ ഏതെങ്കിലും മുന്നണിയോട് നിന്നേനെ. എന്നാലും വരുന്ന 5 കൊല്ലം മേലുകാവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ജയിച്ച് എന്നിട്ടുണ്ടെങ്കിൽ വാർത്തകളുടെ ഒരു ബഹളമായിരിക്കും. വെളിയിലുള്ള പഞ്ചായത്തുകാർക്കും ഇത് ഭയങ്കരമായ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതാണ് ഒരു സംഭവം. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അത് പൂഞ്ഞാർ പഞ്ചായത്തിലെ 1ാം വാർഡിലാണ്. പൂഞ്ഞാർ പഞ്ചായത്തിലെ 1ാം വാർഡിൽ ബോണി തോമസ് വെള്ളുക്കുന്നേൽ പരവംപറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ മത്സരിക്കുന്നുണ്ട്. അങ്ങേർക്കും അങ്ങേരുടെ കുടുംബ പശ്ചാത്തലം അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും വേണമെങ്കിൽ LDFോ UDFോ BJP ഒക്കെ സീറ്റ് കൊടുത്തനെ.
പക്ഷേ അങ്ങേരും അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. ഈ ബോണി തോമസിനെ കുറിച്ച് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ച് MVD, പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഗവൺമെൻറ്, സർക്കാർ ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് തൂറി വീട്ടിൽ കയറും. പേടിച്ച് തൂറി വീട്ടിൽ കയറിയിട്ട് ആരുടെയാലും വീഡിയോയുടെ അടിയിൽ കയറി ഫേക്ക് ID കുറച്ച് തെറി വിളിക്കുന്ന അത്രവേ ഉള്ളൂ മലയാളി. അല്ലാതെ മലയാളിക്ക് നേരിട്ട് എല്ലാത്തിനെയും പേടിയാണ്. എന്തിന് ഉടുക്കുന്ന തുണിയെപ്പോലും മലയാളിക്ക് പേടിയാണ്. അയ്യോ സർക്കാരുമായിട്ട് വല്ലത്തിനും പോയാൽ സർക്കാർ കൊല്ലുകല്ലേ എന്ന് പറഞ്ഞത് ഉത്തര കൊറിയാണോ? അയ്യോ സർക്കാരുമായിട്ട് പോയാൽ സർക്കാർ തീർക്കുക. ഇതെന്നാൽ സ്റ്റാലിൻ്റെ റഷ്യയോ അല്ലെ ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയോ? അപ്പോൾ ഇതുപോലെ പേടിച്ച് തൂറി വീട്ടിൽ കയറുന്ന മലയാളികളുടെ ഇടയ്ക്ക് ഈ റോബിൻ ഗിരീഷിൻ്റെ വിഷയം അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ പെർമിറ്റ് വിഷയം നടന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന ബോണി, ഈ ബോണി തോമസും പൂഞ്ഞാറ് പഞ്ചായത്തിൽ 1-ാം വാർഡിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലും 1-ാം ക്ലാസ് മേളം നടക്കാനുള്ള സാധ്യതയുണ്ട്. 1-ാം ക്ലാസ് മേളം. ഇത് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് വന്നപ്പോഴാണ് വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടത്. അത് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൻ്റെ പേര് എരുമേലി എന്നാണ്. എരുമേലി പഞ്ചായത്തിൻ്റെ വരുമാനം എന്നതാണെന്നുള്ളത് ഇനി മുന്നിലോട്ടൊരു വിവരാവകാശം വെക്കണമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം അത് എത്ര തുകയുണ്ട്, അവരുടെ ഓൺ ഫണ്ടെന്ന് പറഞ്ഞാൽ എന്നതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ പഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൽ രാജേഷ് KG എന്ന് പറയുന്ന ഒരു യുവാവ് മത്സരിക്കുന്നുണ്ട്. ആ യുവാവ് മത്സരിക്കാനായിട്ട് മുന്നോട്ട് നിന്ന് പറയുന്ന കാര്യം, അവരുടെ വാർഡിൽ 5-ാം വാർഡിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് അവിടെ വെളിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി വന്നു നിന്ന് മത്സരിക്കുക. വെളിയിൽ നിന്നൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ 10 വർഷം LDFകാരനായിരുന്നു, അതിന് മുമ്പിലത്തെ 10 വർഷം UDFകാരനായിരുന്നു. 25 വർഷമായിട്ട് ആ വാർഡിൽ നിന്ന് ഒരുത്തനെ ഇല്ല. വാർഡുകാരനല്ലാത്ത മെമ്പർക്ക് വാർഡിനോട് എന്ത് താല്പര്യം? നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചേ. ഇത് കേരളം മുഴുവൻ ഈ പ്രാവശ്യം സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ഈ പ്രാവശ്യം ഈ 50% വനിതകൾക്ക് സംവരണം കൊടുത്തപ്പം നിലവിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ട് കുറേ എണ്ണത്തിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി. ഏറ്റവും രസം എന്നാന്ന് വെച്ചാൽ ജനറൽ സീറ്റിൽ വനിതയ്ക്ക് നിൽക്കാം, പുരുഷനും നിൽക്കാം. വനിതയുടെ വാർഡിൽ പുരുഷനൊട്ട് നിൽക്കാനും മേല. 50% സീറ്റ് കൊടുത്തു. അതായത് പുരുഷന്മാർക്ക് ഒരു ഗതിയില്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ പിന്നെ ജനറൽ വാർഡെന്നുള്ളത് മാറ്റി അത് പുരുഷന്മാരുടെ വാർഡെന്നാക്കാമല്ലോ. 50% വനിതകൾക്ക് സംവരണം കൊടുത്തല്ലോ. ഇതിപ്പോൾ സംഭവിക്കുന്നത് ഈ പ്രാവശ്യം ഈ 50% സീറ്റിൽ മത്സരിച്ച് അല്ലെങ്കിൽ വനിതകൾ മത്സരിച്ച് ജയിച്ചാൽ അടുത്ത പ്രാവശ്യം അവർക്ക് ആ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. ഈ ജനറൽ സീറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് അടുത്ത പ്രാവശ്യം ഈ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് എന്താ കാണിക്കും, പരമാവധി ഒറ്റ തവണ കൊണ്ട് ഉണ്ടാക്കാവുന്നതുണ്ടാക്കി ഇവർ സ്ഥലം വിടും. യാതൊരു പ്രയോജനവും ഈ 50% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിന് ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല, പഞ്ചായത്തിന് ഇത് ഒരു ഗുണമോ ഒരു വാർഡിനുണ്ടാകാൻ പോകുന്നില്ല. സകലതും മുടിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. എല്ലാ പരിപാടിയും മുടിപ്പിച്ച് തേച്ച് കഴുകുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് വാർഡിന് എന്നാ ചെയ്യാനാ? അതുകൊണ്ട് ആ എരുമേലി പഞ്ചായത്തിൽ 5-ാം വാർഡിൽ അവരൊരു കാര്യം ചെയ്തു. അവിടുന്ന് തന്നെ അതും വേണമെങ്കിലും പാർട്ടി ചിഹ്നത്തിലൊക്കെ വേണേൽ മത്സരിക്കാവുന്നതായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കുന്നു. ജയിച്ച് എന്നാൽ അപ്പോൾ ഈ രാജേഷിൻ്റെ വാർഡിലെ അനേക ദാരിദ്ര്യ അവസ്ഥകൾ, ഭവനങ്ങളില്ലാത്തവരുടെയും പിന്നെ വഴിയില്ലാത്തതും കുടിവെള്ളം ഇല്ലാത്തതും ഒക്കെ ആയിട്ട് 100 കണക്കിന് പ്രശ്നങ്ങൾ അതിൻ്റെ ഫോട്ടോകൾ സഹിതം എനിക്ക് അയച്ചു തന്നു. ഞാൻ പിന്നെ അതൊന്നും ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം, നമ്മൾ ഈ എരുമേലി പഞ്ചായത്തിനെക്കുറിച്ച് ന്യായമായ ആരോപണങ്ങളുള്ള പഞ്ചായത്താണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ വിമാനയാത്ര ഉൾപ്പെടെയുള്ള വിനോദയാത്രകൾ നടത്തിയ പഞ്ചായത്താണ് ഈ എരുമേലി പഞ്ചായത്ത്. അന്നതൊക്കെ വലിയ വിവാദമായതാണ്. കാരണം ഇഷ്ടം പോലെ ഫണ്ടുണ്ട്, ആരോടും ചോദിക്കാനും ഇല്ല, എന്നാ വേണം കാണിക്കുകയും ചെയ്യാം. പൊതുജനത്തിൻ്റെ പണം പോയാൽ പൊതുജനത്തിന് യാതൊരു സൂക്കേടും ഇല്ലതാനും. അത് അവരെ ബാധിക്കുന്ന കാര്യമല്ലെന്ന രീതിയിൽ അവരങ്ങ് നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ 3 പഞ്ചായത്ത് ഞാൻ ശ്രദ്ധിച്ചതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, മിക്കവാറും ഈ 3 പഞ്ചായത്ത്, അതായത് മേലുകാവ് പഞ്ചായത്ത്, പൂഞ്ഞാർ പഞ്ചായത്ത്, പിന്നെ എരുമേലി പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്ത് ഇവർ 3 പേരും സ്വതന്ത്രരായിട്ട് ജയിച്ച് വരികയാണ് എങ്കിൽ, ഇവർ 3 പേരും നിൽക്കേണ്ട പോലെ നിൽക്കുകയാണെങ്കിൽ, ഈ 3 പഞ്ചായത്തുകൾ പരമ്പരാഗത പാർട്ടിക്കാരുടെ ആ പരമ്പരാഗത രീതികളുമായിട്ട് മുന്നോട്ട് പോവുകയല്ലെന്ന് മാത്രമല്ല, ഇത് വലിയ അലമ്പും കലഹവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അത് തന്നെയല്ല, ഇത് ഈ മുന്നോട്ട് ഈ 3 പഞ്ചായത്തിലുള്ള വെട്ടിപ്പുകളും തട്ടിപ്പുകളും ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം നാട്ടുകാർ അറിയുകയും ചെയ്യും. അതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് അടുത്ത 5 കൊല്ലത്തിന് വാർത്തകളുടെ അഴിമതി കഥകളുടെ അതെല്ലാം പുറലോകം കാണുന്ന ഒരു വലിയ വാർത്താ സാഹചര്യങ്ങളായിരിക്കും എന്ന് ഞാനത് ചിന്തിച്ചു. അതുകൊണ്ടാണ് ഈ 3 എണ്ണം ഞാൻ എടുത്ത് പ്രത്യേകമായി പറഞ്ഞത്. ഇവർ 3 പേരും ജയിച്ചു വന്നാൽ ഈ 3 പഞ്ചായത്തിലെയും കളികൾ ലോകമറിയാൻ സാധ്യതയുണ്ട്
അതങ്ങനെ ആകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.